നമസ്കാരം. എൻസിടിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ശനിയാഴ്ച രാവിലെ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്കായിരുന്നു ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. പുതുക്കാട് KSRTC സ്റ്റാൻഡ് വരെ വാഹനനിര നീണ്ടു. ഇതിനിടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയുടെ സർവീസ് റോഡിൽ സ്ലാബ് തകർന്നത് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. ഡ്രെയിനേജിന് മുകളിലുള്ള സ്ലാബാണ് തകർന്നത്. സർവീസ് റോഡ് കുണ്ടും കുഴിയുമായതോടെ വാഹനങ്ങൾ കേടുവരുന്നതിനും ഇടയാക്കുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ ഇവിടെ ജീപ്പ് കേടായി. ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാത്തത് ജനങ്ങളെ നിരാശരാക്കുകയാണ്. സംഭവത്തിൽ ഇടപെടേണ്ട MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിഷയത്തിൽ അലംഭാവം കാണിക്കുകയാണെന്നാണ് ആക്ഷേപം. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിനംപ്രതി ഗതാഗതക്കുരുക്കിലും യാത്രാക്ലേശത്തിലും ദേശീയപാതയിൽ വലയുന്നത്. ആമ്പല്ലൂർ വനിതാ ക്യാന്റീൻ ഊട്ടോളി കനാൽ റോഡിൽ പിക്കപ്പ് വാനിന്റെ ടയർ താഴ്ന്നു. ഇതോടെ ശനിയാഴ്ച രാവിലെ ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ നിന്നും കനാൽ റോഡ് വഴി ദേശീയപാതയിലേക്ക് ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപത്തേക്ക് കയറുന്ന റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കാറുണ്ട്. രാവിലെ ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്കുള്ള സമയത്താണ് സംഭവം. പിക്കപ്പിന്റെ ടയർ താഴ്ന്നതറിയാതെ ഇതുവഴി മറ്റു വാഹനങ്ങൾ എത്തിയതോടെ ഈ റോഡിലും ഗതാഗതക്കുരുക്കേറി. അവധി കഴിഞ്ഞ് തിരിച്ചുപോയ മണ്ണമ്പേട്ട സ്വദേശി റിയാദിലെ എയർപോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണമ്പേട്ട വട്ടണാത്ര ഇടശ്ശേരി പാപ്പുക്കുട്ടിയുടെ മകൻ 59 വയസ്സുള്ള രാജുവാണ് ചൊവ്വാഴ്ച രാവിലെ റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിൽ വിമാനമിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. സൗദി വടക്കൻ അതിർത്തി പ്രവിശ്യയായ അൽ ജൌഫിലെ മൈഖോവ എന്ന സ്ഥലത്ത് മെക്കാനിക്കായാണ് ജോലി ചെയ്തിരുന്നത്. 30 വർഷമായി രാജു പ്രവാസിയാണ്. റിയാദിൽ ഇറങ്ങിയ ശേഷം കണക്ഷൻ ഫ്ലൈറ്റിൽ 1100 കിലോമീറ്റർ അകലെയുള്ള അൽ ജൌഫിലേക്ക് പോകാനായിരുന്നു പദ്ധതിയെങ്കിലും സാധിച്ചില്ല. ഇതോടെ ബസ്സിൽ പുറപ്പെടാൻ ശ്രമം നടക്കുന്നതിനിടയിലാണ് എയർപോർട്ടിൽ തന്നെ കുഴഞ്ഞു വീണത്. ഉടൻ എയർപോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം അവിടെ നിന്ന് റിയാദിലെ ഷുമൈസി ആശുപത്രിയിലേക്ക് മാറ്റി. നിയമ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. ഭാര്യ ഷീജ, അനശ്വര, ഐശ്വര്യ എന്നിവർ മക്കളാണ്. കല്ലൂർ കാവല്ലൂർ സ്കൂളിന് സമീപമുള്ള ഇടവഴിയിൽ വൈദ്യുത ലൈൻ പൊട്ടിവീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ ഇടപെട്ടാണ് അപകടാവസ്ഥയുടെ മുന്നറിയിപ്പ് നൽകിയത്. ക്ലബ്ബ് ഭാരവാഹികൾ വേഗത്തിൽ KSEB അധികൃതരെ വിവരമറിയിച്ച് വൈദ്യുത ലൈൻ ഓഫ് ചെയ്യിപ്പിച്ചു. മരച്ചിലകൾ വീണാണ് വൈദ്യുത കമ്പി പൊട്ടിവീണത്. തൃശൂർ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിൽ ക്ലാസ് മുറിയിൽ പാമ്പ്. പുസ്തകമെടുക്കാനായി കുട്ടികൾ മേശവലിപ്പ് തുറന്നപ്പോഴാണ് പാമ്പ് പുറത്തേക്ക് വന്നത്. കൊത്തുകിട്ടാതെ കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൃശൂർ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ 3C ഡിവിഷനിലാണ് സംഭവം. പുസ്തകമെടുക്കാൻ വേണ്ടി കുട്ടികൾ മേശവലിപ്പ് തുറക്കുന്നതിനിടയിലാണ് പാമ്പ് പുറത്തേക്ക് വന്നത്. പാമ്പിനെ കണ്ട കുട്ടികൾ പിന്നോട്ട് പോയതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. കുട്ടികളാണ് ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചറെ വിവരം അറിയിച്ചത്. ഉടൻ കുട്ടികളെയെല്ലാം ഇവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. തുടർന്ന് പാമ്പിനെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് കുട്ടികളെ ക്ലാസ് മുറിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. ക്ലാസ്സിനുള്ളിലേക്ക് പാമ്പ് എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലെത്തിയതിനു ശേഷം മാതാപിതാക്കളോടാണ് പാമ്പിനെ കണ്ട വിവരം അറിയിച്ചത്. സംഭവം കുട്ടികളുടെ രക്ഷിതാക്കൾ വഴിയാണ് മാധ്യമങ്ങൾ അറിഞ്ഞത്. രക്ഷിതാക്കൾ വാട്സപ്പ് വഴി അധ്യാപികയോട് പാമ്പിനെ കണ്ട വിവരം ചോദിച്ചതോടെ അധ്യാപിക സംഭവം സ്ഥിരീകരിക്കുകയായിരുന്നു. ഭാരതീയ ദളിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ജീവകാരുണ്യ സ്പർശം പദ്ധതിയും സംഘടിപ്പിച്ചു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പാടത്തുപറമ്പിലിന്റെ നേതൃത്വത്തിൽ 15 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അമ്പിളിഹരി അധ്യക്ഷയായി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 15 കുടുംബങ്ങൾ കോൺഗ്രസിൽ ചേർന്നതിന്റെ അംഗത്വ വിതരണവും സ്വീകരണവും നടത്തി. ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ദീപ് വെള്ളാനി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിനി ജോയ്, പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AB പ്രിൻസ്, സെക്രട്ടറിമാരായ പിയൂസ് ഇഞ്ചക്കുണ്ട്,
നൌഷാദ് കല്ലുപ്പറമ്പിൽ, സുജീഷ് കോരിശ്ശേരി, ജിനേഷ് വെട്ടിയാട്ടിൽ, ബെന്നി തൊണ്ടുങ്ങൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോസഫ് കുപ്പാപ്പിള്ളി, നാസർ വെള്ളിക്കുളങ്ങര, കൃഷ്ണൻ കെ.എ, തിലകൻ, അയ്യപ്പൻ, സുന്ദരേശൻ, വള്ളിയമ്മ, ഓമന അജയൻ, കൃഷ്ണൻ നാടിപ്പാറ, ലീല ഉണ്ണികൃഷ്ണൻ നന്ദിലത്ത്, കൃഷ്ണൻ കരുവന്നൂക്കാരൻ, രാജി ശശിവഴി പുത്തൻപുരയിൽ, സുലോചന മുരുകത്ത്, മോളി രാജൻ വെള്ളാനി, ഷൈജി രാജൻ തുറവൂക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ഓർമ്മവിരുന്നും ഭരത പുനർജീവനാശ്രമത്തിൽ സംഘടിപ്പിച്ചു. 60-ൽ പരം അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടാണ് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ഭാരവാഹികളായ സലീഷ് ചെമ്പാറ, പ്രിൻസ് ഫ്രാൻസിസ്, ഷാൻഡോ തറയിൽ, രദീപ് രവി, മാത്യു എലിവങ്കൽ, ജോസ് പോൾ വട്ടക്കുഴി എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,130 രൂപയും പവന് 73,040 രൂപയും രേഖപ്പെടുത്തി. ആമ്പല്ലൂർ കല്ലൂർ സുറിയാനിപ്പള്ളിക്ക് സമീപം മാങ്ങൻ ആലീസ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് പരേതനായ റപ്പായി. വിൽസൺ, വത്സ, പോൾ, ബീന, ജെയിംസ്, ഡേവിസ്, ജോർജ് എന്നിവർ മക്കളും. ഉഷ, ലീല, സണ്ണി, ബിനി, ജിഷ, ദീപ, പരേതനായ ബേബി എന്നിവർ മരുമക്കളുമാണ്. നെന്മണിക്കര കോട്ട്ല വിലാസിനി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് പരേതനായ ഭാസ്കരൻ. ബീന, സിന്ധു, പരേതയായ മിനി എന്നിവർ മക്കളും. സുരേഷ്, രാധാകൃഷ്ണൻ, സതീഷ് എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പിള്ളി തെക്കുമുറി കടുന്തയിൽ സരസ്വതി അമ്മ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് കുണ്ടുപറമ്പിൽ സുധാകര മേനോൻ. സുഷമ, സുനന്ദ, സുരേഷ്, സുരേഖ എന്നിവർ മക്കളും. മുരളി, വിജയൻ, വിമല, വേണു എന്നിവർ മരുമക്കളുമാണ്. ആമ്പല്ലൂർ ഊട്ടോളി യശോദ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് പരേതനായ സുബ്രഹ്മണ്യൻ. കൃഷ്ണകുമാർ, സുജാത, സുഭാഷ് എന്നിവർ മക്കളും. സൗമ്യ, രമേശ്, മഞ്ജു എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.